ആലുവയിൽ സെക്യൂരിറ്റി ജീവനക്കാരന് യൂത്ത് കോൺഗ്രസുകാരന്റെ മർദ്ദനം. അത് ശരി, യൂത്ത് കോൺഗ്രസ് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഇജാസ് ആണ് മർദ്ദിച്ചത്. ആലുവ പോലീസ് കേസെടുത്തു. സിസിടിവി ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്ന കക്ഷിയാണ് ഇജാസ്. ഇജാസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ കക്ഷി അവിടെയുണ്ട്. ഹെൽമറ്റ് വയ്ക്കാതെയാണ്, പൊതുനിരത്താണ്, തർക്കിക്കുന്നുണ്ട് സെക്യൂരിറ്റി ജീവനക്കാരനോട്. ഇരുചക്ര വാഹനത്തിൽ ഹെൽമറ്റ് ഇടാതെ യൂത്ത് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഇജാസ് സെക്യൂരിറ്റി ജീവനക്കാരനുമായിട്ട് എന്തോ തർക്കം. വീണ്ടും മുമ്പോട്ട് പോയ വാഹനം തിരിച്ചുകൊണ്ടുവരുന്നു. ഇജാസ് വീണ്ടും സെക്യൂരിറ്റി ജീവനക്കാരുമായിട്ട് തർക്കിക്കുന്നു. തൊട്ടപ്പുറത്ത് ഇജാസിന്റെ സുഹൃത്ത്, ആ നീല ഉടുപ്പിട്ടയാളാണെന്ന് തോന്നുന്നു ഇജാസ്. അതാ ആ ബൈക്കിലും കൂടി ഇരുന്ന ആളെ പിടിച്ചു മാറ്റാൻ പോവാണ്. ഇജാസ് ആ നീല ഉടുപ്പിട്ടയാളാണ്. അർജുൻ, ആ നീല ഉടുപ്പിട്ടയാളാണോ ഇജാസ് അക്രമി? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, ആ നീല വസ്ത്രമിട്ട ആളാണ് ഇജാസ. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ കൂടിയാണ് ഇജാസ. തിങ്കളാഴ്ച വൈകിട്ട് ഏതാണ്ട് 5 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആലുവ ചെമ്പകശ്ശേരിയിലെ ഒരു സൂപ്പർ മാർക്കറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ 73 വയസ്സ് പ്രായമുള്ള ബാലകൃഷ്ണനെയാണ് ഇജാസ ക്രൂരമായി മർദ്ദിക്കുന്നത്. ഈ സൂപ്പർ മാർക്കറ്റിന്റെ പാർക്കിങ്ങിൽ കാറ് പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് സ്കൂട്ടർ പാർക്ക് ചെയ്തു. അത് പറ്റില്ല എന്ന് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ പറയുന്നു. ഇതിന് പിന്നാലെ ഉണ്ടായ തർക്കത്തിന് ഇടയിലാണ് ഇജാസ ഈ വയോധികനായ ബാലകൃഷ്ണനെ ക്രൂരമായി മർദ്ദിക്കുന്നത്. ഈ ഷർട്ടിന്റെ കോളർ പിടിച്ച് നിലത്തേക്കിടുന്നു. അതിനുശേഷം നിലത്ത് ഇട്ട ശേഷം ഈ ബാലകൃഷ്ണനെ നെഞ്ചത്തടക്കം പലതവണ ഇടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഈ ഗുരുതരമായി തന്നെ ബാലകൃഷ്ണന് പരിക്കേറ്റിട്ടുണ്ട്. മുഖത്തും നെഞ്ചത്തും പരിക്കേറ്റിട്ടുണ്ട്. ഒരു പല്ല് ഇളകിപ്പോയിട്ടുണ്ട് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. മാത്രവുമല്ല ഈ ഇജാസിന്റെ ബാലകൃഷ്ണന്റെ കണ്ണട പൊട്ടിയപ്പോൾ ആ ചില്ല് തറച്ച് കണ്ണിനും പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ക്രൂരമായ ഒരു മർദ്ദനമാണ് ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഭാരവാഹി, ഒരു പ്രധാനപ്പെട്ട നേതാവ് ആലുവയിൽ നടത്തിയിരിക്കുന്നത്. ഇതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ബാലകൃഷ്ണന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. അതിനുശേഷം ചില ആക്ഷേപങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. അച്ഛന്റെ പ്രായമില്ലേ? യൂത്ത് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയയുടെ കോർഡിനേറ്ററാണ്. ഇവന്മാരാണ് സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇജാസ് യൂത്ത് കോൺഗ്രസിന്റെ പേര് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ കോൺഗ്രസ് നേതാക്കൾക്ക് പല ആളുകൾക്കും തലവേദന ഉണ്ടാക്കുന്നത് ഇജാസിനെ പോലുള്ള കക്ഷികളാണ്. അയാൾ എന്താ ചെയ്യുന്നത് നോക്കൂ. 73 വയസ്സുള്ള സ്വന്തം അച്ഛന്റെ പ്രായമുള്ള ഒരാളെ അയാൾ എത്ര ക്രൂരമായിട്ടാണ് മർദ്ദിക്കുന്നത്. അയാളിനി എന്തു പറഞ്ഞാലും അവിടെ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് സ്കൂട്ടർ വെച്ചപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇവിടെ വച്ചാൽ കാറ് പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടാവും. അതിനാണ് ആ നീല ഉടുപ്പിട്ടയാളാണ് ഇജാസ് എന്ന് പറയുന്നയാള്. താരതമ്യേന ആരോഗ്യം നണ്ടും നടിയൊക്കെ ഉണ്ട്. 73 വയസ്സുള്ള സ്വന്തം പിതാവിന്റെ പ്രായമുള്ള ഒരു മനുഷ്യനെ ഇത്ര ക്രൂരമായി പട്ടാപ്പകൽ മർദ്ദിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായ ഇജാസ് എന്ന് പറയുന്നയാൾ. ആലോചിച്ച് നോക്കി, എന്ത് ബോധ്യമാണ് ഇത്തരം നേതാക്കന്മാർക്ക് ഉണ്ടാവുക? ഇവരൊക്കെയാണോ ഒരു ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടനയുടെ സോഷ്യൽ മീഡിയ വിഭാഗം നിയന്ത്രിക്കേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് തിരിയുന്നുണ്ടാവുമല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന്. ഇജാസിനെ പോലുള്ള ആളുകൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് എങ്ങനെയുള്ള കണ്ടന്റ് വരാത്തത്?